ഇനി നമ്മൾ കൊടുന്ന ചെടികളൊക്കെ കുഴിച്ചിടാൻ വേണ്ടി പോവുകയാണ്. ഇത് പുതിന അവർ ബംഗാളി ഫാമിലി തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ പുതിനയാണ്. ഭയങ്കര സ്മെല്ലുമാണ്. പിന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത സൈസും ഉണ്ട് ഇതിൻ്റെ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല സൈസ് ഉണ്ട് ഇതിൻ്റെ ലീഫിനൊക്കെ. അത് അവിടുത്തെ മണ്ണിൻ്റെയും വളത്തിൻ്റെ ഒക്കെയാണ്. നമ്മൾ കുഴിച്ചിട്ടാൽ ചിലപ്പോൾ അതുപോലെ വലിയ സൈസായിട്ട് ഉണ്ടാവണമെന്നില്ല. എന്നാലും നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ ഈ പുതിനയുടെ കൂമ്പ് ഭാഗങ്ങൾ, നല്ല ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കണ്ടെയ്നറിൽ എടുത്ത് വെക്കാൻ വേണ്ടി ഫുള്ള് കട്ട് ചെയ്ത് വെക്കുകയാണ്. നല്ല ഇലകളൊക്കെ കട്ട് ചെയ്ത് നമ്മളൊരു ഡപ്പയിലാക്കി എടുത്ത് വെച്ച് ഇനി ഇത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണൊക്കെ സെറ്റാക്കുകയാണ്. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് വളം കൊടുക്കുന്നുണ്ടായിരുന്നു, അതും നമ്മൾ വാങ്ങിച്ച. ഇവിടെ പിന്നെ നമുക്ക് അങ്ങനെ നാട്ടിലത്തെ പോലെ മണ്ണ് കിട്ടില്ല, അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുക. അങ്ങനെ വാങ്ങിച്ച മണ്ണിൽ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പുതിന നടാൻ പോവാം. ഇത് നന്നായി പിടിച്ചാൽ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാത്തിലും പുതിനയുടെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനും നല്ലതാണല്ലോ പുതിന. നമ്മളൊരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അതിൽ 2 ലീഫ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമുക്ക് പുതിന ചട്നി അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരുപാട് പെസ്റ്റിസൈഡും അതും ഇതൊക്കെ അടിച്ചിട്ടുള്ളതല്ലേ. ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് മിട്ടൂനെയും കുട്ടൂനെയും കുളിപ്പിക്കണം, നഖം വെട്ടണം, അതൊക്കെയാണ്. കുട്ടൂനെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് വീട്ടിൽ കൊടുത്തിട്ടില്ലുള്ളൂ. അപ്പോൾ നമ്മളതിനെ നഖം വെട്ടണം, കുളിപ്പിക്കുകയൊക്കെ വേണം. പിന്നെ നമ്മൾ മിട്ടൂനെ ഏകദേശം നഖം വെട്ടാനും കുളിപ്പിക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവർ നമ്മളെ മേയിൽ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ മനഃപൂർവ്വം നമ്മളങ്ങനെ മാന്തില്ല, പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മേലിങ്ങനെ അമുക്കും അങ്ങനെ. അപ്പോൾ അവരുടെ നഖം നല്ല ഷാർപ്പാണെങ്കിൽ നമ്മളെ മേലൊക്കെ സ്ക്രാച്ച് ആവും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. വാ കുളിക്കാൻ പോവാ, വാ കുളിക്കാൻ പോവാ, വാ വാ വാടാ വാടാ കുളിക്കാൻ പോവാ, വാ ആടങ്ങട് ഇട്ടു. ഇപ്പം മിട്ടു കുളിച്ചിട്ട് വരാം. നമ്മളെ മിട്ടുവിനെ കുളിപ്പിച്ച് ഇട്ടു തെറ്റിപ്പോയി. കുളിച്ച് ഫ്രഷായി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവരടി തുടങ്ങി. പിന്നെ ഇപ്പോൾ അവർ ആദ്യമായിട്ട് കാണില്ലേ, അവർക്ക് വലിയ പരിചയമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവുമായിരിക്കും. നമ്മൾ ഊട്ടിയിൽ പോയി വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ അന്ന് വെച്ച ആ പാത്രത്തിൽ പിടിച്ചില്ല, ഇതൊരു ഹാങ്ങിങ് പോട്ടിൽ പിടിച്ചിട്ടുണ്ട് നമ്മുടെ പുതിന.